വർക്കല എം.എൽ.എ. ആയിരുന്ന വി ജോയിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഒരു ശുദ്ധീകരണത്തിന് കൂടിയാണ് CPM ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു അന്ന് പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തി 2 വർഷം തികയുന്ന സമയത്ത് ശ്രീ വി ജോയിയാണ് Q18-ൽ നമുക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. 2 വർഷം ആകാറാകുന്നു. ജനുവരി ആകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അന്ന് കടന്നു വന്നത്. എന്നൊക്കെയായിരുന്നു രാഷ്ട്രീയ വിലയിരുത്തലുകൾ. ഈ 2 വർഷമാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ശുദ്ധീകരണത്തിന് പാർട്ടി ഉദ്ദേശിച്ചിരുന്നോ? ഉണ്ടെങ്കിൽ ഈ 2 വർഷം അത് നടന്നിരുന്നു? അല്ലൊരു ശുദ്ധീകരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ സഖാവ് സെക്രട്ടേറിയറ്റിലേക്ക് വന്നപ്പോൾ ആ ഒരു ഒഴിവിലേക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം എന്നെ പരിഗണിക്കുകയായിരുന്നു. പരിഗണിക്കുമ്പോൾ പാർട്ടി ലീഡർഷിപ്പിനൊരു ശ്രദ്ധ, അല്ലെങ്കിൽ പാർട്ടി ലീഡർഷിപ്പ് കരുതിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക, തിരുവനന്തപുരത്തെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക, വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടി പ്രവർത്തനത്തിലൂടെ നമുക്ക് മുന്നേറാനുള്ള സാധ്യതകൾ ഒരുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ പാർട്ടി ലീഡർഷിപ്പിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്നോട് സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത്. അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് വിചാരിച്ച ഒരു പിന്തുണ ഈ കാലം അളവിൽ ലഭിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പിന്തുണയാണ് പാർട്ടി സഖാക്കളുടെ ഇടയിൽ നിന്നും നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും എനിക്ക് ലഭ്യമായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ലീഡർഷിപ്പാണ് പാർട്ടി ലീഡർഷിപ്പ് തിരുവനന്തപുരത്തുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകർ ആ സമയത്ത് വിലയിരുത്തിയത് താങ്കൾ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ പല ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൽ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഇപ്പോൾ ഇല്ല. അത് അങ്ങനെ ഉണ്ടായിരുന്ന, വിഭാഗീയത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രവർത്തനം യഥാർത്ഥത്തിലില്ല. പിന്നെ ഈ ഏറ്റവും താഴെത്തട്ടിൽ ചില നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി ചില ആളുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രൂപ്പും വിഭാഗീയതയും ഇന്ന് തിരുവനന്തപുരത്തെ പാർട്ടിയിലില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടത്തു നിന്നും പാർട്ടിയിൽ നിന്ന് വരുന്ന വാർത്തകളും കമ്മിറ്റി കൂടുമ്പോഴുണ്ടാകുന്ന മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ആ തരത്തിലുള്ളതല്ല. അതുകൊണ്ട് പാർട്ടി ഒരു സ്വത്ത് പ്രതിസന്ധിയിലാണോ ഇപ്പോൾ എന്നായിരുന്നു ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരിക്കലുമല്ല, പാർട്ടി അങ്ങനെ ഒരു പ്രതിസന്ധിയിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ വിഭാഗീയത വരുന്നത് എപ്പോഴും മുകളിൽ നിന്നാണ്. മുകളിലെ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വിഭാഗീയതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ മുകളിൽ നിന്ന് ഒരു വിഭാഗീയത സംസ്ഥാനത്തെ പാർട്ടി നേരിടുന്നില്ല. അതോടൊപ്പം തന്നെ ജില്ലയിലെ പാർട്ടിയും യഥാർത്ഥത്തിൽ അങ്ങനൊരു വിഭാഗീയത ഒട്ടുമേ നേരിടുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചില തുരുത്തുകളുണ്ട്, അവിടെയായിട്ട് ചില തുരുത്തുകളുണ്ട്. ആ തുരുത്തുകൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചു പോവുകയാണ്. നമുക്കൊരു ജനാധിപത്യ പാർട്ടിയാണല്ലോ. അപ്പോൾ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ പാർട്ടിക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ ഗതികളുള്ളവരുണ്ടാകും. ആ അഭിപ്രായത്തെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലാതെ മറ്റ് ഈ പറയുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിനും പ്രസക്തി ഇല്ല ഇന്ന്. ഈ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു, ഇത് പാലക്കാട് തൊട്ട് കരുനാഗപ്പള്ളി തൊട്ട് ഇപ്പോൾ തിരുവനന്തപുരം വരെ, ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത്. അതിനകത്ത് അഴിമതിയുണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ബന്ധം പറയുന്നുണ്ട്, സ്ത്രീപീഡനം പറയുന്നുണ്ട്, സ്ത്രീപീഡന കേസ് പറയുന്നുണ്ട്, ക്വാറി ബന്ധം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെയാണല്ലോ ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏതാണ്ട് 42,000 പാർട്ടി മെമ്പർമാരുണ്ട്. ഈ 42,000 പാർട്ടി മെമ്പർമാരും ഏതാണ്ട് മുഴുവൻ ഒരേപോലെയാണ്, അല്ലെങ്കിൽ അച്ചടക്ക ലംഘനങ്ങളൊന്നും കാണിക്കാത്തവരാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഇതുള്ളത് സമൂഹത്തിൻ്റേതായിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ട്. ആ സമൂഹത്തിൽ നിൽക്കുന്ന ദുഷിച്ച ചില പ്രവണതകളുണ്ട്. ഈ പ്രവണതകൾ മെല്ലെ മെല്ലെ ഞങ്ങളുടെ പാർട്ടി സഖാക്കളുടെ ഇടയിലേക്കും വന്നിട്ടുണ്ട്. അതിനെ തിരുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഇടപെട്ട് ആ ജീർണതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അത് സ്വാഭാവികമായി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വരികയാണ്. ഈ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് പറയുമ്പോഴും സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന കൊല്ലത്ത് ഗ്വാഗ്വാ വിളി, തെരുവിൽ കയ്യേറ്റം, കയ്യാങ്കളി ഇതൊക്കെയായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് ഇതൊരു വലിയ തലവേദനയായിട്ട് നിൽക്കുന്നില്ല എന്നാണോ? ഇതൊക്കെ സ്വാഭാവികം അല്ല, അത് നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. ഈ
ഞങ്ങൾക്ക് 38,000 പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. സംസ്ഥാനത്ത് 38,000 പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളുടെ സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു 1-2 സമ്മേളനങ്ങളിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2000-ലധികം വരുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റികളുണ്ട്, അവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ ഒരു പെരുപ്പിച്ച് കാണിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ? സ്വാഭാവികമായി ചില പ്രശ്നങ്ങൾ ചില സമ്മേളനങ്ങളിൽ ഉയർന്നു വരും. ആ പ്രശ്നങ്ങളെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നോക്കി ഇടപെടുകയാണ് നമ്മളതിനകത്ത് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദ മാഷ് വന്നതിന് ശേഷം കർശനമായിട്ടുള്ള നിലപാടുകളാണ് ഈ കാര്യത്തിൽ പാർട്ടി എന്നുള്ള നിലയിൽ സ്വീകരിച്ചു വരുന്നത്. കൊല്ലത്ത് അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, കടുത്ത നടപടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് നേതൃത്വം എന്ത് ചെയ്യുമായിരുന്നു എന്ന തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകളൊക്കെ ആയിരുന്നു. അതായത് നടപടി എടുക്കുമ്പോഴും ആ നടപടിയെ പോലും ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പാർട്ടിയിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ഇന്നുള്ള ചില ദുഷിച്ച പ്രവണതകൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് സന്നിവേശിക്കുന്നുണ്ട്. അതാണ് ചില പ്രശ്നങ്ങളായിട്ട് വരുന്നത്. പക്ഷെ അതിനെ ആ നിലയിൽ തന്നെ നേരിട്ട് അവരെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അങ്ങനെ നേരായ വഴിക്ക് വന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളിയിൽ നേരത്തെ തന്നെ പല ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഒരാളെ വലിയ പദവിയിലേക്ക് കൊണ്ടുവന്നു, അവിടെ സംരക്ഷിച്ച് നിർത്തി, അങ്ങനെ അതായത് തരം താഴ്ത്തൽ ഉണ്ടായിട്ടും പിന്നീട് വലിയ പദവിയിലേക്ക് വന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ്. പെണ്ണ് പിടിയനെ മാറ്റൂ എന്ന് പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് സ്ത്രീകൾ വരെ പ്രതിഷേധ പ്രകടനം നടത്തുക, ഇതൊരു കടുത്ത വിഭാഗീയതയുടെ സമയത്ത് പോലും പാർട്ടിയിൽ ഉണ്ടാകാത്ത ഒരു കാര്യമല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഓരോ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണത്. ഇപ്പോൾ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളാണ്. ഇപ്പോൾ എതിര് വരുമ്പോൾ, നമുക്കിപ്പോൾ എതിർത്ത് പറയേണ്ടി വരുമ്പോൾ എന്തും പറയുന്ന സ്ഥിതി വരും. ഒരാളിന് പാർട്ടിയോട് എതിർപ്പ് വരുമ്പോൾ എന്തും പറയുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകുന്ന സ്ഥിതി വരും. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ പൊതുവെ വന്നിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഇതിനെ നമ്മളൊരു പെരുപ്പിച്ച് കാണിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. മംഗലപുരത്ത് ഉണ്ടായ പ്രതിഷേധത്തിലേക്ക് വരുമ്പോൾ താങ്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു മധു മുല്ലശ്ശേരിയുടെ ആരോപണവും മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രസ്താവനകളുമൊക്കെ. വി ജോയ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു, ആ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഓരോ സഖാവിനെ സംബന്ധിച്ച് ഞാൻ നിരീക്ഷിക്കണം. ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളും താഴെത്തട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ നിരീക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ നിരീക്ഷണത്തിന് പുറമെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംബന്ധിച്ച് പാർട്ടിക്ക് പരാതി കിട്ടും. ഇപ്പം ഞാൻ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷവും ഞാൻ ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുമ്പും മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും വന്നിട്ടുണ്ട്. ആ വരുന്ന പരാതികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തന്നെ അത് പരിശോധിക്കാനുള്ള ഏർപ്പാട് ഇവിടെ ചെയ്യും. അങ്ങനെ ചെയ്തു വരികയാണ്. പലതും പരിശോധനയുടെ ഭാഗമായിട്ടാണ് നിൽക്കുക. ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ പരാതിയുടെ ഭാഗമായി തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടുത്തെ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേരുമ്പോൾ ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു സഖാക്കൾ. അപ്പോൾ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യരുത്, മേലിൽ അങ്ങനെ ആവർത്തിക്കരുത്, ഇനി ആവർത്തിച്ചാൽ അത് നടപടി നേരിടേണ്ടി വരും, ഇത്തരം കാര്യങ്ങൾ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ സെക്രട്ടറിയാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറിയിൽ അയാൾ ഊന്നുന്നതിൽ ഒരു പ്രശ്നവുമില്ല. സെക്രട്ടറി ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്നോട് കടുത്ത വിരോധം തീർക്കുകയാണ്, അല്ലെങ്കിൽ വിഭാഗീയമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു കാര്യവും അതിനകത്തില്ല. അയാൾ സെക്രട്ടറി, ഞാൻ അയാളെ തിരുത്താൻ ബാധ്യസ്ഥനാണ്. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ പാർട്ടിയിൽ കാണൂലെന്ന് വിരട്ടുകയാണ്. അത്തരം ഒരു ശൈലിയാണ് ജില്ലാ സെക്രട്ടറി സ്വീകരിക്കുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. അല്ല, അദ്ദേഹം അയാൾ പറഞ്ഞതെല്ലാം പിന്നീട് മാറി 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 പറഞ്ഞിട്ടുണ്ട് പലതും. നമ്മൾ കമ്മിറ്റിക്കകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഷാർപ്പായി പറയും. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഷാർപ്പായി തന്നെ പറയും. അതൊരു സഖാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, ആ സഖാവിനെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷാർപ്പായ നിലപാട് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിക്കാറുണ്ട്. അത് മധുവിനോട് മാത്രമല്ല, എല്ലാ സഖാക്കളോടും അങ്ങനെ തന്നെ. പക്ഷെ അത് കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറുകയും ചെയ്യും. പാർട്ടി കമ്മിറ്റികളിൽ വിട്ടുവീഴ്ച അക്കാര്യത്തിലില്ല. വിട്ടുവീഴ്ച വന്നാൽ പാർട്ടിയുടെ കേഡർ സ്വഭാവത്തിന് മോശം വരും. ആ കേഡർ പാർട്ടി എന്നുള്ള രീതി നമുക്ക് നഷ്ടപ്പെടും.
ഒരു സഖാവിനെ കറക്റ്റ് ചെയ്യാനുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് കമ്മിറ്റിക്കുണ്ട്, സ്റ്റേറ്റ് സെക്രട്ടറിക്കുണ്ട്, സ്റ്റേറ്റ് നേതാക്കന്മാർക്കുണ്ട്. അതേപോലെ ഈ ജില്ലയിലെ സഖാക്കളെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം മാത്രമേ മധുവിൻ്റെ കാര്യത്തിൽ ഞാൻ നിറവേറ്റിയിട്ടുള്ളൂ. പക്ഷേ അത് കൃത്യസമയത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. കാരണം ഈ BJP-യുമായിട്ട് ഇടപാടുണ്ടായിരുന്നു, ചർച്ച നടത്തിയിരുന്നു, നേരത്തെ അറിയാമായിരുന്നു എന്ന്. നടപടിയെടുക്കാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടായിരിക്കും? ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് പോകില്ല. നടപടിയിലേക്ക് പോകണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ വേണം. മറ്റു ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. റേപ്പ്, മാഫിയ, ഈ മദ്യം, മയക്കുമരുന്ന്, അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. അപ്പോൾ സമൂഹത്തിന് അരുതാത്തതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ അപ്പോൾ നടപടിയെടുക്കും. ഇല്ലെങ്കിൽ പരിശോധിച്ച് മാത്രമേ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ പരിശോധനയുടെ ഘട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. 88 തൊട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് മധു മുല്ലശ്ശേരി. അപ്പോൾ ഇത്രയും ഒരു ലോങ് ഡ്യൂറേഷൻ അല്ല, ലോങ് പീരീഡിൽ അയാളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അന്നത്തെ കമ്മിറ്റികൾ പരിശോധിച്ചോ അല്ലെങ്കിൽ അന്ന് പരാതി വന്നോ എന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല. ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയ ഗുരുതരമായ പരാതികൾ വെച്ചിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. ഈ പുറത്തു നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ അണികളെ സംബന്ധിച്ചോളം പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. 36 വർഷമായി ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് നിന്ന ഒരാളാണ് മധു മുല്ലശ്ശേരി. അപ്പം ഇത്രയും വർഷം ഇവരെ പാർട്ടി ഒരുമിച്ച് നിർത്തി, പാർട്ടി വലിയ പദവികൾ കൊടുത്തു. അതിനുശേഷം ഒരു ദിവസം കൊണ്ട് പുറത്തിറങ്ങി നിന്ന് പാർട്ടിക്കെതിരെ ഇത്രയും പരാമർശം നടത്തുന്ന ഒരാൾ 36 വർഷത്തോളം ഇത്രയും വലിയ പദവികളിൽ ഇരിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യം സാധാരണ 36 വർഷവും 42 വർഷവും എല്ലാം പറയുന്നത് ശുദ്ധമായ തെറ്റാണ്. ശുദ്ധമായിട്ട് ഞങ്ങളുടെ വിഭാഗീയത നിലനിന്ന ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നത്. ആ പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം വിഭാഗീയമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി പാർട്ടി കമ്മിറ്റിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായി വിഭാഗീയത നിലനിന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള സഹായം അവർക്ക് പക്ഷേ ലഭിക്കാനായിട്ട് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ ലഭിക്കാതിരിക്കാം. അന്ന് വേണമെങ്കിൽ ആളുകളെല്ലാം സ്വരൂപിച്ച് കമ്മിറ്റിക്കകത്ത് എല്ലാവരും കണ്ട് സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു വിഭാഗീയതയുടെ കാലത്ത്. ആ വിഭാഗീയതയുടെ കാലത്താണ് ഇയാൾ പാർട്ടി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് വരുന്നത്. മറ്റത് വന്നിട്ട് ഇപ്പോൾ ഇത് 5.5 വർഷം മാത്രമല്ലേ ആയുള്ളൂ ഇയാൾ സെക്രട്ടറി ആയിട്ട് വന്നിട്ട്. അവിടെ പുതിയ ഏരിയ കമ്മിറ്റിയാണ് വന്നത്. ഏരിയ കമ്മിറ്റിക്ക് പുതിയ സെക്രട്ടറി എടുത്തു. ആ സെക്രട്ടറിയെ ഗുരുതരമായ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ പിന്നീട് ആ വിഷയത്തിൽ അയാൾ നിരപരാധിയാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഇയാൾ സെക്രട്ടറി ആയിട്ട് ആ കമ്മിറ്റിയിൽ വരേണ്ടിയിരുന്നത്. ഇന്നിപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള ജലീലാണ്. എന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചാൽ അയാൾ ജനപ്രതിനിധിയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ജനപ്രതിനിധിക്ക് അന്നത്തെ സമയത്ത് ആകാൻ പറ്റില്ല. ഇപ്പോൾ ഇത് സമയം അവസാനമായതുകൊണ്ടാണ് ജലീലിനാകാൻ പറ്റിയത്. അയാളുടെ പീരീഡ് അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് ആകാൻ പറ്റിയത്. ഇല്ലെങ്കിൽ അന്ന് ജലീലാണ് ആകേണ്ടത്. ജലീലാകുന്നതിന് പകരം ജനപ്രതിനിധി ആയതുകൊണ്ട് ഇയാൾ സെക്രട്ടറി ആയിട്ട് വരികയാണ് ചെയ്തതെന്ന്. അപ്പോഴും ഈ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായിട്ട് നിൽക്കുമ്പോൾ മധു മുല്ലശ്ശേരിയുടെ ഒരു പ്രസ്താവനയാണ്, ഞാൻ നല്ല ഒന്നാന്തരം നായരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെയാണോ പാർട്ടി ഇത്ര കാലം കൊണ്ട് നടന്നു? അത് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇയാൾ ഈ രൂപത്തിലും ഭാവത്തിലും എല്ലാം പാർട്ടിയിൽ വന്നപ്പോഴും ഞങ്ങൾ കൊടുത്ത ക്ലാസ്സുകളും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയില്ല. ഒരു തികഞ്ഞ ഒരു വർഗീയ മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സംഭാഷണം വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ പാർട്ടിക്ക് അങ്ങനെ ചില തെറ്റുകൾ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നതിന് കാരണം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെയാണ്. പാലക്കാട് കോൺഗ്രസും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞത് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് നിലപാടില്ല, കോൺഗ്രസിനെ ആക്രമിക്കുക മാത്രം ചെയ്യുന്നു. പല വിവാദങ്ങളിലും അല്ലെങ്കിൽ പല നിലപാടുകളിലും CPM-ന്റെ നേതാക്കന്മാർ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പ്രകടിപ്പിച്ചു. അത് സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ ചർച്ചയാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊക്കെ പാർട്ടിക്ക് പലയിടത്തും സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ല, പാലക്കാട് നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. അവിടെ ഒരു ചെറിയ വിഷയത്തിൽ ചില നേതാക്കന്മാർ ഒരു വ്യത്യസ്തമായ അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറ്റതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അത്തരമൊരു വിഷയമേ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ല. വളരെ ശരിയായിട്ടുള്ളൊരു നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. പറയുന്നത് കോൺഗ്രസ്സിന് പറയാം. കാരണം കോൺഗ്രസ്, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നെങ്കിലും ഒരു തീവ്ര വർഗീയ സംഘടന
ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്, അതുകൊണ്ട് പിന്നെ പ്രകടനം നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? SDP പ്രകടനം നടത്തിയില്ലേ? എന്നിട്ട് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ ഞങ്ങളുടെ 10,000 വോട്ടാണ് അയാൾക്ക് കൊടുത്തതെന്ന് പറഞ്ഞില്ലേ? BJPയുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ ഞങ്ങളെ മാറിയും തിരിഞ്ഞും അവർ വിളിച്ചുകൊണ്ടിരുന്നു. BJP കൊടുത്ത വോട്ടും SDPIയും ജമായത്തെ ഇസ്ലാമിയും കൊടുത്ത വോട്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായിട്ടുള്ള ഈ ഭൂരിപക്ഷത്തിന് അടിസ്ഥാനമെന്നുള്ളത് ആർക്കെങ്കിലും തർക്കമുണ്ടോ? CPM സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ രാഷ്ട്രീയ നിലപാട്, UDF എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, ഇപ്പം പറഞ്ഞല്ലോ ഒറ്റപ്പെട്ട കാര്യമായിരുന്നില്ല, പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞ നിലപാട് പോലും അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് മറ്റ് നേതാക്കൾ പറയുന്ന വിഷയം വരെ ഒരു അട്ടർ കൺഫ്യൂഷൻ പാലക്കാട് പല നേതാക്കന്മാരുടെ വിഷയത്തിലും. അത് പെട്ടി തൊട്ട് LDFിൻ്റെ മറ്റ് പാലക്കാട് പരസ്യം വരെ സന്ദീപ് വാര്യർ വിഷയത്തിൽ പോലും ആദ്യം ഒന്ന് പറയുക പിന്നൊന്ന് പറയുക, ഇങ്ങനെ എന്താണ് കൃത്യമായിട്ടുള്ള പാർട്ടിയുടെ നിലപാട് ഒരു സംശയം വന്നിരുന്നു. അതിലെ ഓരോ നേതാക്കന്മാരും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് സമീപിക്കുന്ന ചില വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ വ്യത്യസ്തമായ നിലപാടുകൾ ചില അവസരങ്ങളിൽ ഇങ്ങനെ ഒരു രീതിയിൽ പ്രതിഫലിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് പാർട്ടി തന്നെ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. നേതാക്കന്മാർ സംസാരിക്കുമ്പോഴും എടുക്കുന്ന സമീപനങ്ങളിലുമെല്ലാം ഒരു കൃത്യതയും സാമ്യവും വരത്തക്ക നിലയിൽ ഇടപെടണമെന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിച്ചു വരുന്നത്. കേഡർ പാർട്ടി എന്ന രീതിയിൽ CPMൽ ഇത് അങ്ങനെ കാണാത്ത ഒരു രീതിയാണ്. ഇതിന് മുൻപ് ഉള്ള കാലങ്ങളുമായി കോൺഗ്രസിൽ ഇത് ഉണ്ടാവാറുണ്ട്, പക്ഷെ CPMൽ ഇതിങ്ങനെ വ്യാപകമായിട്ട് കണ്ടിട്ടില്ല. അതും ശരിയല്ല. അത് വളരെ ശ്രദ്ധിച്ച് പാർട്ടി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നേതാക്കന്മാരാണെങ്കിലും അണികളാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് പാർട്ടിയുടെ പൊതു നിലപാടിനും തത്വത്തിനും വിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ പാടില്ല എന്ന നിലപാട് തന്നെയാണ് പാർട്ടി സീരിയസ് ആയിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ള നിലപാടുകളായിരിക്കും പാർട്ടി ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്നത്. ശ്രീ വി ജോയ് അങ്ങനെ പറയുമ്പോഴും പാലക്കാട് BJP പറഞ്ഞു ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിപ്പോയി, ഞങ്ങൾ ഇനി തെറ്റ് തിരുത്തിയിട്ടായിരിക്കും മുന്നേറുക എന്ന് പറഞ്ഞു. പക്ഷേ CPM അപ്പോഴും അത് പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ SDPയുടെ വോട്ട് കിട്ടി. അതായത് പാലക്കാട് നിന്ന് ഒന്നും തെറ്റ് തിരുത്താൻ പഠിക്കാനില്ല, അങ്ങനെയാണോ ഇടതുപക്ഷം CPM മനസ്സിലാക്കി വെക്കുന്നത്? പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. അവിടുത്തെ പൊതു സാഹചര്യം അതായിരുന്നു. ഞങ്ങൾ 3-ാം സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് 2-ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ആ നിലപാട് ഒരു മതേതര കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായി. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറച്ചെങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് സംഭവിച്ചത്. BJPയുടെ വോട്ട് കുറഞ്ഞു. ആ കുറഞ്ഞ വോട്ട് എങ്ങോട്ടേക്ക് പോയി? ഇതെല്ലാം ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്, ചില കോക്കസുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ആ ഒരു രീതിയല്ല. അവിടെ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട നിലയിലേക്ക് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവും പൊതുപ്രവർത്തനവും കൊണ്ടുവരാൻ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും. വയനാട്ടിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞു. വയനാട്ടിൽ വോട്ട് കുറഞ്ഞു, സ്വാഭാവികമാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വരവും പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരവും എന്നുള്ള നിലയിൽ ആളുകളുടെ ഇടയിൽ അവരുകൂടി പാർലമെൻറ്റിലേക്ക് പോകട്ടെ എന്നൊരു പൊതു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പലയിടത്തും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ശരിയായ വസ്തുതയാണ്. അത് ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ടോ അത് പരിശോധിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിശോധിക്കുകയാണെന്ന് പറയുമ്പോഴും ശ്രീ P ജയരാജനൊക്കെ പറയുന്നു CPMനെ തകർക്കാൻ വേണ്ടി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനത്തിന് അയച്ച ആൾക്കാർ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്, പോസ്റ്റ് മോഡേൺ എന്ന രീതിയിൽ. അതായത് പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കുന്നു. അതായത് അകത്ത് തിരുത്തലല്ല, എല്ലാം പുറത്തുള്ളവർക്ക് പഴി, മാധ്യമങ്ങൾക്കടക്കം. അതുകൊണ്ട് പാർട്ടിയുടെ വിഷയം മാറുമോ? അല്ല, അതിപ്പം ഓരോ നേതാക്കന്മാർക്കും കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ജയരാജേട്ടന് കിട്ടുന്ന ചില വിവരങ്ങൾ ആ തരത്തിലുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ളത് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ തന്നെയാണ്. മുതലാളിത്ത വിരുദ്ധ നയങ്ങളിൽ നിന്നൊക്കെ CPM എത്രയോ ദൂരെ പോയി. ഇതൊക്കെ ഇപ്പോൾ എല്ലാം വികസന നയങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ആ പറയുന്ന നിലപാടിൽ വല്ല അർത്ഥമുണ്ട്? അല്ലല്ല, നമ്മൾ പാർലമെൻ്ററി രംഗത്ത് പാർട്ടി മത്സരിക്കാൻ തീരുമാനിക്കുകയും പാർട്ടി മത്സരിക്കുകയും പാർലമെൻ്ററി രംഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകേണ്ടതായിട്ട് വരും. വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് പാർലമെൻ്ററി രംഗത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM സംസ്ഥാന സമ്മേളനം വരുമ്പോൾ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമെന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്കത് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ കൂട്ടായ നേതൃത്വമാണ് മാഷിനെ
സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കപ്പെട്ടത്. ബഹുമാന്യനായിട്ടുള്ള കോടിയേരിയുടെ മരണത്തിന് ശേഷം ആ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മാഷാണ്. അത് പാർട്ടിയുടെ കൂട്ടായ നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനമാണ്, ഉപരി കമ്മിറ്റിയും എടുത്തിട്ടുള്ള തീരുമാനമാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ മാറ്റമൊന്നും വരാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താണെന്നുള്ളത് അങ്ങനൊരു ചർച്ചയും അങ്ങനൊരു സംവിധാനവും ഒന്നും പാർട്ടിക്കകത്തില്ല. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് കൂടെ കടക്കണി. നേരത്തെ മധു മുല്ലശ്ശേരി തന്നെ പറഞ്ഞ ഈ പല ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു തോറ്റപ്പോൾ ചിരിച്ച സ്ഥാനാർത്ഥിയാണ് വി ജോയ് എന്നുള്ളൊരു ആരോപണമൊക്കെ ചാനൽ ചർച്ചകൾ പറയുന്നുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മനഃപൂർവ്വം താങ്കൾ തോൽക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമൊക്കെ ഒരു ഭാഗത്തു നിന്നൊക്കെ ആ സമയത്ത് ഉയർന്നിരുന്നതാണ്. അതൊക്കെയാണോ ഉന്നയിക്കുന്നത്? ഇല്ല, അത് അയാൾക്ക് വ്യക്തിപരമായിട്ട് എന്നെ ഒന്ന് തേജോവധം ചെയ്യണം. അയാളുടെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ ജയിച്ചു വരാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ സ്വീകരിക്കാറുള്ളത്. അത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പോൾ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും ജോയി ആണെങ്കിൽ നന്നായിട്ട് ജയിച്ചു വരാൻ പാർട്ടിക്ക് പറ്റും. അവൻ പണിയെടുക്കും, അവൻ അതിനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് എന്നെ മത്സരിപ്പിക്കുന്നത്. ഞാൻ SFI ഭാരവാഹിത്വം ഒഴിയുമ്പോൾ എൻ്റെ ഗ്രാമപഞ്ചായത്ത് 27 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന പഞ്ചായത്താണ്. അപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്നെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ ഇത്തവണ മത്സരിക്കണം. എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, നീ മത്സരിക്കണം, ആ പഞ്ചായത്ത് പിടിക്കണം എന്ന് തീരുമാനിച്ചു. ആ 27 വർഷം കോൺഗ്രസിൻ്റെ പഞ്ചായത്തായിരുന്ന പഞ്ചായത്തിനെ ഞാൻ മത്സരിച്ച് ആദ്യമായി ആ പഞ്ചായത്ത് പിടിച്ചു. ഇപ്പോൾ 4 നൂറ്റാണ്ട് കഴിഞ്ഞു. ആ പഞ്ചായത്തിൻ്റെ ഭരണം ഇപ്പോഴും LDF ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിസ്ക് എടുത്ത് ഞാൻ ചെയ്തതാണ്, എന്നെ കൊണ്ട് പാർട്ടി ചെയ്യിപ്പിച്ചതാണ്. അവർക്കറിയാം അത് ചെയ്യുമെന്ന്. 38,000 ആയിരുന്നല്ലോ അടൂർ പ്രകാശിൻ്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. എങ്ങനെയാണ് ഈ 645, 650 വോട്ടിലേക്ക് എത്തിയത്? രായും പകലും പണിതിട്ടാണ്, എടുക്കാവുന്ന റിസ്ക് മുഴുവൻ എടുത്തിട്ടാണ്. ഞാൻ ചില ദിവസങ്ങളിൽ കാറിൽ കിടന്നാണ് ഉറങ്ങിയിട്ടുള്ളത്. രാവിലെ മുഴുവൻ ഈ പ്രചരണ വാഹനത്തിന് ശേഷം ഒന്ന് പറം കഴിവിയാൽ രാത്രി 11 മണിയോടുകൂടി പ്രധാന വ്യക്തികളെ കാണാൻ പോകണം, സംഘടനകളെ കാണാൻ പോകണം. കണ്ടിട്ട് ചിലപ്പോൾ കാറിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റിസ്ക് എടുത്തതാണ്. അതോടൊപ്പം എൻ്റെ പാർട്ടി സഖാക്കളും അങ്ങനെ നിന്നതുകൊണ്ടാണ്. ഞാൻ രാത്രി 11 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അവരവിടെ കാത്തു നിൽക്കുകയാണ് പാർട്ടി സഖാക്കൾ, എന്നെയും കൊണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട്, ആ പ്രദേശങ്ങളിൽ പോകാൻ, കോളനികളിൽ പോകാൻ. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ, ഇയാൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാതിരുന്നത് പോലെയല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരുന്നത് പോലെയല്ല, നാട്ടുകാരൻ്റെ കാശ് പിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതുപോലെയല്ല. ഇതെല്ലാമാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഈ സമ്മേളനം കഴിഞ്ഞാൽ ഇയാളെ പരസ്യമായിട്ട് ഇത് പറഞ്ഞ് ഞങ്ങൾ പുറത്താക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ പോലും തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ച സ്ഥാനാർത്ഥിയെക്കാളും ആ വോട്ടിൻ്റെ വ്യത്യാസം 15,000 സംതിങ്ങിലൊക്കെയാണ്. ചിറയൻകീഴൊക്കെ കണക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അങ്ങനെ അത് അടിസ്ഥാന വോട്ടുകളിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മതന്യൂനപക്ഷങ്ങളുടെ വിഷയം അതെന്താണ് CPM ഇടതുപക്ഷത്തിനൊക്കെ എന്താണ്? അല്ല, അതിൽ സംഭവിച്ചത് നമുക്ക് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മകൾ, മാതൃസംഘങ്ങൾ, ഇതെല്ലാം ഒക്കെ ആയിട്ട് സ്ത്രീകളുടെ മനസ്സിൽ നരേന്ദ്രമോദി, ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ നരേന്ദ്രമോദിക്ക് ഒരു സ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായിട്ടുണ്ട്. അത് ഞങ്ങളുടെ കുറേ വോട്ടുകൾ അക്കാര്യത്തിൽ പോയിട്ടുണ്ട്. നരേന്ദ്രമോദിയും BJPയും നന്നായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവൻ ജയിച്ചാൽ പ്രശ്നമാണെന്ന് നാട്ടിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി, ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തി ആ വോട്ട് കോൺഗ്രസിലേക്കും കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുചിത്രം ഈ നിലയിലേക്ക് മാറി വന്നു. ഈ തിരുവനന്തപുരം ജില്ലയിൽ 8 ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നിസ്സാരമായ വോട്ടുകൾക്ക് തോറ്റതിന് ശേഷമാണ്. അതിൽ 4 സീറ്റ് ഈ BJPയും 4 സീറ്റ് കോൺഗ്രസിൻ്റെതുമാണ്. ഈ 8 സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചല്ലോ. തെക്കു നിന്നുള്ള നേതാക്കന്മാർക്ക് പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും വലിയ പ്രാതിനിധ്യമില്ല എന്നുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ടാവാറുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലാ ഘടകം പറയുന്നതല്ല പത്തനംതിട്ട ജില്ലാ ഘടകം പറയുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ADM വിഷയത്തിൽ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ പോയത്. ആ പറയുന്നത് ഒരു ജനറലൈസ്ഡ് ഒരു കാര്യമാണ്. അങ്ങനെയല്ല, പാർട്ടി ലീഡർമാരെന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തു നിന്നും സാധാരണ നിലയിൽ ലീഡർഷിപ്പിലേക്കുള്ള നേതാക്കന്മാർ വരാറുണ്ട്. അത് പാർട്ടി അത് പരിശോധിച്ചാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിമാരായിട്ട് കണ്ണൂരുകാരല്ലാത്ത എത്രയോ പേര് വന്നിട്ടുണ്ട്.
OBS അടക്കമുള്ള ആളുകൾ വന്നിട്ടില്ലേ? അതൊക്കെ അല്ല അതൊരു ആ ഒരു കാലഘട്ടത്തിലുണ്ട്. ഞാൻ ഉണ്ട്, ഇപ്പോഴത്തെ ഉണ്ട്. ആണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പം എനിക്ക് എടുത്തു അല്ല, പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അനുഭവം, പരിചയം, പാർട്ടിയെ കൊണ്ടുപോകാനുള്ള പ്രാപ്തി, കഴിവ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അതിന് തെക്കെന്നോ വടക്കെന്നോ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും അക്കാര്യത്തിൽ ഇല്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിജോ. ഏതായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമസ്കാരം. ഞങ്ങൾക്കൊപ്പം ചേർന്നു.